ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലെയിൻ സാരിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാൻ ലൈസ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ നൂലുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു 12 എണ്ണമുള്ള ഒരു ഡിസൈൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ്. നമ്മൾ മീറ്റർ കണക്ക് തുണി വാങ്ങിയിട്ടാണ്. ഇപ്പോൾ പ്ലെയിൻ സാരി ഒരു മോഡേൺ ആണല്ലോ, അപ്പോൾ അത് കാരണം പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയിട്ട് തയ്ക്കാൻ തന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ വക്കടിക്കണം കേട്ടോ. 2 സൈഡും വക്കടിക്കുക. വക്കടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഷോൾഡറിൽ മുന്താണി എടുക്കണ ആ ഭാഗമല്ലേ, ആ ഒരു ഷോൾഡറിനോട് ചേർന്ന വശം ആദ്യം അത് അവിടെ നിന്നാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ലേസ് നമ്മൾ ഷോൾഡറിൻ്റെ ആ പ്ലീറ്റ് ഇടുന്നതിൻ്റെ ആ ഭാഗത്ത് നിന്ന് 1.5 മീറ്റർ അളക്കുക കേട്ടോ. ആ സൈഡ് 1.5 മീറ്റർ അളക്കുക. അളന്നതിന് ശേഷം അവിടുന്ന് തുടങ്ങിയതിന് ശേഷം മുന്താണിയും പിന്നെ താഴെ നമ്മൾ സാരി കാലിൻ്റെ അവിടേക്ക് ലെയർ വരില്ല, അതുവരെ നമ്മൾ ഈ ഒരു ലൈസ് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളെ ചാനൽ നല്ല ലൈക്ക് ചെയ്യലും ഷെയർ ചെയ്യണം സപ്പോർട്ടിങ് ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്നു കേട്ടോ. നമ്മളെ ചാനലിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചെറിയ ഡിസൈനും പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഓരോന്ന് ചെയ്യാവുന്ന രീതിയിലുള്ളതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ 12 എണ്ണമാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മുന്താടിയിൽ 12 എണ്ണത്തിൻ്റെ 10 എണ്ണം ഞാൻ തയ്ച്ചിട്ടുണ്ട്. നമ്മളൊന്നുമില്ല, സിമ്പിളായി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് പൈസയും കൊണ്ട് നമുക്ക് അടിപൊളി ഡിസൈനാണ് ചെയ്യാവുന്നത്. ഇത് കണ്ടോ, നമ്മൾ ആ 10 എണ്ണം തയ്ച്ച് വെച്ചിട്ടുണ്ട്. നൂലുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ഒന്ന് കവർ ചെയ്ത് തുന്നി, അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ അധികം റിസ്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ മെറ്റീരിയൽ നമുക്ക് സാരിയുടെ മോഡൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുരിദാറോ സ്കേർട്ടോ കുഞ്ഞുങ്ങൾക്ക് സ്കേർട്ടോ അങ്ങനെയൊക്കെ തയ്ക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കണ്ടോ, അത് നമ്മൾ ചെയ്യാനുള്ളത് അത് ഇത്തിരി നൂലിൻ്റെതാവുകൊണ്ട് ഒരു 5-6 പ്രാവശ്യമൊക്കെ തുന്നണം കേട്ടോ. ഒറ്റ തുന്നലിൽ നിർത്തരുത്, അത് പൊട്ടിപ്പോരും. അതുകൊണ്ട് 5-6 പ്രാവശ്യമൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ കൈത്തുന്നലാണ്, നൂല് കൊടുത്ത് സൂചി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ലൈസ് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ലൈസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അടിയിൽ ബ്ലാക്ക് നൂല് കൊടുക്കുക, മുകളിൽ അതിൻ്റെ ഗോൾഡനോട് ചേർന്ന കളർ കൊടുക്കണം കേട്ടോ. അത് മറക്കണ്ട. എന്തറിയോ, അത് നൂല് വേറെ എടുത്ത് നമ്മൾ പ്ലീറ്റൊക്കെ ഇടുന്ന ആളാണെന്ന് വെച്ചാൽ ആ വെള്ളം അടിയിൽ കൊടുക്കരുത്. വെള്ളമല്ല, ഒരു ക്രീം കളറ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. എങ്ങനെയുണ്ട് നമ്മുടെ ഡിസൈൻ റെഡി ആയില്ലേ, നോക്കി നോക്ക്. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമുക്കതിന് പച്ച ബ്ലൗസ് തന്നെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ പച്ച ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും എല്ലാവരും കാണുക. ഓക്കെ, ബൈ.